നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പറയുന്നത് പോലെ എളുപ്പമല്ല നമ്മൾ ഈ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. കാരണം അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ വർക്ക് സ്റ്റൈൽ, അവരുടെ ഇത് വെച്ചിട്ടാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എണ്ണമയം കൂടുതലുള്ള ആഹാരങ്ങൾ, അതിപ്പോൾ നമ്മുടെ വീട്ടിലായാലും പുറത്തായാലും എണ്ണയെ വറുത്ത ആഹാരങ്ങൾ, അതിനെ കുറയ്ക്കണം, അവോയ്ഡ് ചെയ്യണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ ഡയബറ്റീസിൽ പറയുന്ന അതേപോലെ തന്നെ ബേസിക്കലി ഫ്രൂട്ട്സ് വേണം, കൂടുതലാവരുത്. ചോറിൻ്റെ അളവ് വേണം, പക്ഷെ ചോറല്ല കൂടുതൽ വേണ്ടത്, കറികൾ കൂടുതൽ വേണം, പ്രോട്ടീൻ വേണം, ഫൈബേഴ്സ് വേണം. കശുവണ്ടി കപ്പലണ്ടി അധികം ഹാർട്ടിന് നല്ലതല്ല. അല്ല, നമ്മൾ അത് നല്ലതാണെന്ന് പറഞ്ഞു അത് കശുവണ്ടി അല്ല കപ്പലണ്ടി കുറെ കഴിക്കുന്ന ഇതുണ്ട്. അതെല്ലാം ആക്ച്വലി കൊളസ്ട്രോൾ ലെവൽ കൂടും. അപ്പോൾ വാൽനട്ടും ബദാമാണ് ഹാർട്ടിന് നല്ലത്. എന്ന് വെച്ചാൽ എല്ലാം അധികം കഴിക്കണമെന്നല്ല, മേ ബി ഒരു 3 to 4 ആവശ്യത്തിന് കഴിച്ചാൽ മതി. ഹാർട്ടിന് കൂടുതലും ഇഷ്ടം എറോബിക് എക്സസൈസ് ആണ്, വാക്കിംഗ്, സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ് ഒക്കെയാണ്. മറ്റേതിൽ കുറച്ചും കൂടെ അനേറോബിക് എക്സസൈസുകൾ വരും. അത് ആട്ടിന് ഒട്ടും ഇഷ്ടമല്ല എന്നല്ല, അത് വേണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 7 days'ലൊരു 5 days ഇതേപോലെ എറോബിക്കും ഒരു 2 days അനറോബിക് അല്ലെങ്കിൽ ഐസോമെട്രിക് വേണം. ഇനി അടുത്തത് ഒബിസിറ്റി ആസ് സച്ച് തന്നെ ഇപ്പം ഹാർട്ടിനെ മാത്രമല്ല ലോഡ് കൊടുക്കുന്നത്, എല്ലായിടത്തും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാക്കും, മെറ്റബോളിക് സിൻഡ്രോം. ഒബിസിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് സ്മോക്കിംഗ്, ആൽക്കഹോൾ,